സാധാരണ ഒരു മനുഷ്യനുണ്ടാവുന്ന ജോയിൻറ്റ് പെയിൻസിൻ്റെ കാരണങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏജാണ് ഫസ്റ്റ്. പ്രായമുള്ളവർ നോക്കുമ്പോൾ തേയ്മാനമാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ആർത്രൈറ്റിസ്. ആർത്രൈറ്റിസ് എന്ന് പറയുമ്പം വാദം. അതിൽ പല തരത്തിലുള്ള വാദങ്ങളുണ്ട്. വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ആമവാദം, അതായത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ആണ്. അതുകൂടാതെ ഈ തേയ്മാനത്തിനും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും. ആ ആർത്രൈറ്റിസും ഈ ഒരു വാദം വരുന്ന ആർത്രൈറ്റിസും തമ്മിൽ വ്യത്യാസമുണ്ട്. പൊതുവേ ഒരു വാദം വരുമ്പോൾ പല ജോയിൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അടുത്തതായിട്ട് വരാൻ സാധ്യതയുള്ളത് ഇൻഫെക്ഷൻ കാരണം. അപ്പോൾ ഒരു ജോയിൻറ്റിനെ ബാധിക്കും, അല്ലെ ചില ജോയിൻസിൽ ഇൻഫെക്ഷൻ കയറിക്കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കാരണം ജോയിൻസ് ബാധിക്കപ്പെടും, അതുകൊണ്ട് വേദനയുണ്ടാകും. വേറെ കാരണം ട്രോമ, അതായത് ഏതെങ്കിലും ഇഞ്ചറി ഉണ്ടായി അത് കാരണം ഉണ്ടാകുന്നതായിട്ടുള്ള വേദന, അല്ലെങ്കിൽ ഒരു ഇഞ്ചറി ഉണ്ടായി കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിന് ആ സമയത്ത് വേദന അനുഭവം ഉണ്ടാവാതെ കുറേ കഴിയുമ്പോൾ ഒരു ലിഗമെൻറ്റിൻ്റെ വീക്ക്നെസ്സോ അതിൻ്റേതായിട്ടുള്ള ബലമില്ലാതെ വരുമ്പോൾ ജോയിൻറ്റിന് ഒരു ഇൻസ്റ്റെബിലിറ്റി, അതായത് ഇളക്കം കൂടുമ്പോൾ അവിടെ തേയ്മാനം ഉണ്ടാകുമ്പോൾ വരുന്ന വേദനയാണ്. ഇതാണ് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന റീസൺസ്. പിന്നെ ഒരു കാരണം ഗൗട്ട് എന്ന് പറയും, അതായത് യൂറിക് ആസിഡ് കൂടുന്നത് കൊണ്ടും ചിലർക്ക് വാദം വരാം. അതുപോലെ ചില കെമിക്കൽസ്, കോൺട്രോകാൽസിനോസിസ്, നമ്മുടെ മുട്ടിൻ്റെ മജ്ജ ഒക്കെ എല്ല് പോലെ കാൽഷ്യം ഡെപ്പോസിറ്റ്, എല്ല് പോലെ ആവുന്നതായിട്ടുള്ള ഒരു കണ്ടീഷനാണ് കോൺട്രോകാൽസിനോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചില കാരണങ്ങൾ കൊണ്ടും ജോയിൻറ്റ് പെയിൻസ് വരാം. പിന്നെ അതുകൂടാതെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പം എല്ലാ അവയവങ്ങളിലെയും നമ്മുടെ ശരീരത്തിൽ ഒരു ആൻറ്റിബോഡീസ് നമ്മുടെ അവയവങ്ങൾക്കെതിരായിട്ട് ബ്ലഡിൽ ഉണ്ടാകുമ്പോൾ അത് എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന കൂട്ടത്തിൽ തന്നെ ജോയിൻസിനെയും ബാധിക്കാം. അങ്ങനെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ആർത്രൈറ്റിസും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇതാണ് വളരെയധികം കാരണങ്ങൾ നമ്മൾ കാണുന്നത് ജോയിൻറ്റ് പെയിൻസിന്. സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നത് ഒരു ചെറിയ വേദന ഒക്കെ ഉണ്ടാകുമ്പം നമ്മളത് നെഗ്ലക്റ്റ് ചെയ്ത് വിടാറുണ്ട്. പക്ഷേ ഈ വേദന നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ, എപ്പോഴാണ് ശ്രദ്ധയിൽപ്പെടുന്നതെന്ന് വെച്ചാൽ നമുക്കിത് ഒരു പ്രശ്നമായിട്ട് മാറിത്തീരുമ്പോൾ, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ അത് ബാധിക്കുമ്പോഴാണ് നമ്മളുടെ ശ്രദ്ധയിലോട്ട് അത് വരുന്നത്. അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ ചിലപ്പോൾ സ്വെല്ലിങ്, അതിൻ്റെ കൂടെ ഒരു നീർക്കെട്ടുണ്ടാകാം, ജോയിൻസിന് നീർക്കെട്ടുണ്ടാകാം. അല്ലെങ്കിൽ പല ജോയിൻസിനെ ഇത് ബാധിക്കുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ ജോയിൻറ്റ് മാത്രമല്ല, പല ജോയിൻസിനെ ബാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഇഞ്ചറി, അല്ലെങ്കിൽ ഒരു ട്രോമ ഉണ്ടായിട്ട്, ഒരു സ്പോർട്സ് ഇഞ്ചറിയോ വല്ലതും ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് മുട്ടിന് അമിത വേദന, നീർക്കെട്ട്, അല്ലെങ്കിൽ മുട്ടിന് ഒരു വിളക്കമുണ്ടാകുന്നു. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഇത് ഒരു ഓർത്തോപെഡിക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലത്. എന്തെന്ന് വെച്ചാൽ ഈവൻ ഏജിങ് പ്രോസസ്സ് കാരണം മുട്ടിന് തേയ്മാനം വരുമ്പോൾ അത് ഏർലി സ്റ്റേജിൽ തന്നെ ആദ്യമേ നമ്മളത് കാണിച്ച് അതിനുള്ള തക്കതായിട്ടുള്ള ഡയഗ്നോസിസ് ലഭിച്ച് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം അത് മുറ്റിപ്പോകുന്ന സ്റ്റേജിനേക്കാളും നേരത്തെ കണ്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമുക്കതിനെ തടയാൻ കഴിയും. അപ്പം ചില കാര്യങ്ങളൊക്കെ നമുക്ക് തടഞ്ഞ് ആ ഒരു ലെവലിൽ തന്നെ നിർത്തുവാൻ കഴിയും. അല്ലെങ്കിൽ പിന്നെ അത് കുറച്ചുകൂടെ മുറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുമ്പോൾ സിമ്പിൾ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നതായിട്ടുള്ള ഈ ആർത്രൈറ്റിസോ ജോയിൻറ്റ് പെയിൻസോ ചിലപ്പോൾ ഒരു സർജിക്കൽ കേസായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ വേദന അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഉടൻ തന്നെ ഒരു ഓർത്തോപെഡിക് ഡോക്ടറിനെ കാണുന്നത് നല്ലതാണ്. ആമവാദം എന്ന് പറയുന്നത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ പ്രോസസ്സ്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി, അതായത് ഒരു രോഗത്തിനെ തടയാനുള്ള ആ ശക്തിയെ അതിനെതിരായിട്ട് പ്രവർത്തിച്ച് നമ്മുടെ ബോഡിയിൽ തന്നെ ഒരു ആൻറ്റിബോഡീസ് ഉണ്ടാകും. അപ്പോൾ ഈ ആൻറ്റിബോഡീസ് നമ്മുടെ സ്വന്തം
ശരീരത്തിൽ ജോയിൻസിനെ ബാധിക്കുകയും ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ മജ്ജ ആൻഡ് ഓരോ അവയവങ്ങളെ ബാധിക്കുമ്പോഴാണ് ഈ ആമവാദം ഉണ്ടാകുന്നത്. അത് ചിലപ്പം പാരമ്പര്യമായിട്ട് നമുക്ക് നമ്മുടെ കുടുംബ പാരമ്പര്യമുള്ളവർക്ക് അത് ലഭിക്കാൻ കാരണമുണ്ട്, അടുത്ത തലമുറയ്ക്ക് കിട്ടും. അതല്ലാതെ ചില ജനറ്റിക് വേരിയേഷൻ, നമ്മുടെ ഉള്ളിൽ ജനറ്റിക് വേരിയേഷൻസ് ഉണ്ടാകുമ്പോഴും ഇതുപോലെ ആമവാദം വരാനുള്ള സാധ്യതകൾ വളരെ അധികം കാണുന്നുണ്ട്. എല്ലാ ജോയിൻറ്റ് പെയിൻസും നമുക്ക് ആർത്രൈറ്റിസ്, തേയ്മാനമോ അല്ലെങ്കിൽ ജോയിൻറ്റിൻ്റെ ഉള്ളിലുള്ള മജ്ജ ബാധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാ ഇതിൽ പറയാൻ കഴിയുകയില്ല. ജോയിൻറ്റിന് ചുറ്റിലും ലിഗമെൻറ്റ്സ് ഉണ്ട്, അതിന് ചുറ്റി നമുക്ക് ഈ മസിൽസ് ഉണ്ട്. അപ്പോൾ ചിലപ്പം ഈ വേദന മസിലിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്ത് പെട്ടെന്ന് തന്നെ അതിനുള്ള റീഹാബിലിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിസ്സാരമായിട്ട് മാറി കിട്ടുന്ന ഒരു പ്രശ്നമാണ്. ചിലപ്പോൾ ലിഗമെൻറ്റ്സിൻ്റെ ഒരു വീക്ക്നെസ്സോ അല്ലെങ്കിൽ ലിഗമെൻറ്റ് കുറച്ച് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിലോ അതിൽ നിന്ന് വേദന ഉണ്ടാകാം. അതെല്ലാം നമ്മൾ റൂൾ ഔട്ട് ചെയ്തിട്ട് പിന്നെയാണ് ഈ ജോയിൻറ്റിൻ്റെ ഉള്ളിലെ പ്രശ്നമാണോ വെളിയിലെ പ്രശ്നമാണോ എന്ന് നമുക്കത് മനസ്സിലാക്കി ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് പോകാം. അപ്പോൾ എല്ലാ ജോയിൻറ്റ് പെയിൻസും ഉള്ളിൽ നിന്ന് വരുന്നതെന്ന് കരുതി നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ ജോയിൻറ്റ് പെയിൻസ് ചിലപ്പോൾ റെഫേർഡ് പെയിൻസും ആകാം. റെഫേർഡ് പെയിൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നട്ടലിന് നമുക്കൊരു നരമ്പിൽ ഞെരുക്കമുണ്ടാകുമ്പോൾ അവിടെ നിന്ന് കാലിൻ്റെ പുറകുവശമോ അല്ലെങ്കിൽ ഫ്രണ്ട് വശമോ ഈ നരമ്പിൽ കൂടെ വേദന റെഫർ ആകുമ്പോൾ ഒരു സ്ഥലത്തിൽ നിന്ന് വേറെ സ്ഥലത്തും ആ വേദന ഉണ്ടാകാം. അപ്പം അതും ഒരു ജോയിൻറ്റ് പെയിൻസ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളത് പ്രൈമറി സൈറ്റ് എവിടെ നിന്ന് ഈ വേദന വരുന്നുണ്ടെന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ തക്കതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലഭിക്കും.